എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ കൂടെയും കടുത്ത നിരാശയിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോഴേ എൻ്റെ ആനന്ദങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ചിന്തകൾ എന്നെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ ചിന്തകൾ നമ്മളെ വേട്ടയാടി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മരണം വരെ ചിലപ്പോൾ തിരഞ്ഞെടുത്തെന്ന് വരാം, പരാജയപ്പെട്ടു എന്നുള്ള ഭീതിയിൽ. പക്ഷേ അത് പാടില്ല. ഈ ഭൂമിയിൽ, ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നതുള്ളതാണ് എൻ്റെ ദൗത്യം എന്നതിനാൽ ഞാൻ അവിടെ തകരാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടെത്തിയ എൻ്റെ ആനന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ എന്നത്. അത് എനിക്ക് ഒട്ടൊന്നുമല്ല എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ളതും എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് ആണ് ഞാൻ കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ചാനലിലേക്ക് വന്നതും. അതിലെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ എൻ്റെ ഓട്ടം എന്ന കവിതാ പുസ്തകത്തിൽ ഒരു കുറച്ച് വരികൾ മാത്രമുള്ളൊരു കവിതയുണ്ട്. അത് ഞാൻ ചൊല്ലാം. കവിതയുടെ പേര് ഒരു വൈകുന്നേരം. പുതുമണ്ണിൻ മണമുള്ള കാറ്റിൽ പുൽക്കൊടികൾ കാറ്റാടിയായി വൻമലകളെ പൊതിയുന്ന മേഘം ഭൂമിക്കു തണുവായി പെയ്തിറങ്ങി. പാതയോരങ്ങളിൽ പൂത്ത കാട്ടിൽ ഈറത്തണ്ടിൽ നിന്നും ശ്രുതികൾ ചേക്കേറും കിളികൾ തൻ ചർച്ചകളിൽ മരങ്ങളിൽ മൗനങ്ങളുടയുന്നു. ശലഭങ്ങൾ പുൽകുന്ന പൂക്കൾക്കു താഴെ ഇലകളിൽ ഇണചേരും പ്രണയങ്ങൾ. കാട്ടുമൈനകൾ മൂളും പാട്ട് കേട്ട് കരിമ്പാറകൾക്കുള്ളിലും കന്മദം കിനിയുന്നു. മങ്ങുന്ന വെട്ടത്തിൽ കനക്കുന്ന ഇരുളിൽ നിറങ്ങളാൽ ആകാശം സന്ധ്യയെ പുണരുന്നു. നടപ്പാതയിൽ എൻ കാലടി പതിയുന്ന നേരം ഒരു ജീവനും മണ്ണിൽ പിടഞ്ഞു തീരല്ലേ. ഒരു ജീവനും മണ്ണിൽ പിടഞ്ഞു തീരല്ലേ. ഇരുട്ടാടിനി ഇരുട്ടാടിനി ഇരുട്ടാടിനിയെല്ലാം നാളെ പ്രകാശം മടങ്ങിയെത്തും വരെ. നാളെ പ്രകാശം മടങ്ങിയെത്തും വരെ പിരിയുന്ന പാതയിൽ പതികരാം മാനവർ മാത്രം വഴിയേതെന്നറിയാതെ പതറി നിൽക്കുന്നു. വഴിയേതെന്നറിയാതെ പതറി നിൽക്കുന്നു. അങ്ങനെ ഒരു വഴിയിലും പതറി നിന്നില്ല എന്നതാണ് എൻ്റെ ആനന്ദം.
ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്ത് നമുക്ക് മുന്നിൽ മുന്നേറിപ്പോകാൻ വഴികൾ അനവധിയുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും നമ്മളുടെ ആനന്ദം കണ്ടെത്തുന്നതും ആ വഴികളിൽ കൂടെയുള്ള സഞ്ചാരവും. സന്തോഷം.